നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനിയുടെ ദേഹവിയോഗ വാർത്ത ഇതിനോടകം വാർത്താമാധ്യമങ്ങളിലൂടെയും ഔദ്യോഗികമായും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ പിതാവിൻ്റെ ഈ വേർപാടിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനാപൂർവമായ ബന്ധം, കൂട്ടായ്മ, സാർവത്രിക സഭയിൽ നമ്മെ നയിച്ച് നമ്മെ അനുഗ്രഹിച്ച ഈ പിതാവിനോടുള്ള കൃതജ്ഞത ദൈവസമക്ഷം പരിശുദ്ധ പിതാവിൻ്റെ ശുശ്രൂഷകളെല്ലാം ഓർത്ത് സമർപ്പിക്കുകയാണ്. പരിശുദ്ധ പിതാവിൻ്റെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കേരള കത്തോലിക്ക സഭയുടെയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെയും നാമത്തിലുള്ള പ്രാർത്ഥനാപൂർവമായ വിശോചനവും ദുഃഖവും ഈ സമയത്ത് ഔദ്യോഗികമായി സഭാമക്കളെ അറിയിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ കബറടക്ക ശുശ്രൂഷയിലും തുടർന്നുള്ള മറ്റെല്ലാ ശുശ്രൂഷകളിലും സംബന്ധിക്കുന്നതിന് നാളെ രാവിലെ ഞാൻ റോമിലേക്ക് പോകുന്നു. എൻ്റെ യാത്രയ്ക്കായി അവിടെയുള്ള നമ്മുടെ ശുശ്രൂഷകൾ എല്ലാം സ്വർഗത്തിന് പ്രീതികരമാകുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം എന്ന സ്നേഹത്തോടെ ഞാൻ നിർദ്ദേശിക്കുന്നു. പരിശുദ്ധ പിതാവിൻ്റെ ദേഹവിയോഗവുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരാഴ്ച കാലം, അടുത്ത ഞായറാഴ്ച വരെയുള്ള 27-ാം തീയതി വരെയുള്ള സഭയിലെ എല്ലാ ആഘോഷങ്ങളും പരിപൂർണമായി അത് റദ്ദ് ചെയ്യുന്നു. വിശുദ്ധ കുർബാനയും അനുസ്മരണ ശുശ്രൂഷകളും കൃതവാഗ്ദാനം, പള്ളി കുദാശ തുടങ്ങിയ ശുശ്രൂഷകളിലെയും കർമ്മങ്ങളിലെയും ക്രമീകരണങ്ങൾക്ക് മിതത്വം പാലിച്ചുകൊണ്ടുള്ള ഒരു അനുവാദമാണ് നൽകിയിരിക്കുന്നത്. ദൈവാലയ കുദാശയും മറ്റ് ശുശ്രൂഷകളുമൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയതായതുകൊണ്ട് അത് ആ ദിവസം തന്നെ നടത്തുന്നതിന് പ്രത്യേകമായി നല്ല നിബന്ധനയോടും പക്വതയോടും കൂടി ഈ കാര്യങ്ങളെ കാണുന്നതിനെല്ലാം എവർക്കും സാധിക്കട്ടെ. 27-ാം തീയതി ഞായറാഴ്ച നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി അർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത് ഔദ്യോഗികമായി ഇന്ന് എല്ലാവരെയും അറിയിക്കുന്നതാണ്. അത് ദേവാലയത്തിൽ വെച്ച് പരസ്യമായി അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച നമ്മുടെ എല്ലാ ഇടവകകളിലും മിഷൻ കേന്ദ്രങ്ങളിലും കേരള കത്തോലിക്ക സഭയുടെ എല്ലാ ആരാധന ആലയങ്ങളിലും മഠങ്ങളിലും ആശ്രമങ്ങളിലും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ ദൈവിക സങ്കേതങ്ങളിലും എല്ലാം വിശുദ്ധ കുർബാന അർപ്പിച്ച് പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മലങ്കര സഭയുടെ ദേവാലയങ്ങളിൽ മലങ്കര സഭയുടെ ആരാധന ക്രമം അനുസരിച്ച് ധൂപപ്രാർത്ഥന നടത്തി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷമുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളെ കുറിച്ച് പിന്നീട് റോമിൽ നിന്ന് കബറടക്കത്തിന് ശേഷം ഉള്ള സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളാം. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഈ സമയം പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കണം. വെല്ലുവിളികൾ നിറഞ്ഞ അതിസങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ സഭയെ പത്രോസിന്റെ സിംഹാസനത്തിൽ ശുശ്രൂഷ ചെയ്ത് സ്ഥിരമായി നയിച്ച പരിശുദ്ധ പിതാവിൻ്റെ അസാന്നിധ്യത്തിൽ സഭയ്ക്ക് ഐക്യവും സഭയുടെ ബന്ധവും സഭയുടെ കൂട്ടായ്മയും എല്ലാം കാത്ത് സൂക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതിന് സാധിക്കുന്ന എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കായിട്ടും പ്രത്യേകമായി സഭാമക്കൾ പ്രാർത്ഥിക്കേണ്ടുന്ന സമയമാണ്. കർത്താവിൻ്റെ വാഗ്ദാനം നാം ഹൃദയത്തിൽ ഓർക്കുമ്പോൾ നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന കർത്താവിൻ്റെ വാക്ക് നമുക്ക് ബലം തരുന്നു. ആകാശവും ഭൂമിയും കടന്നുപോയാലും അവിടുത്തെ വചനം നിലനിൽക്കുന്നു. അവിടുന്ന് അരുളി ചെയ്ത കാര്യങ്ങളെല്ലാം നിറവേറുക തന്നെ ചെയ്യും. പൂർണ്ണമായി ദൈവ കൃപയിൽ സങ്കേതപ്പെട്ട് സഭാ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് നീങ്ങാം. നമ്മുടെ സഭയെ സ്നേഹിക്കുകയും സഭാ ശുശ്രൂഷയും എനിക്ക് വളരെ ഹൃദ്യമായ ബന്ധം തരികയും നമ്മുടെ സഭയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ പിതാക്കന്മാർ ഒരുമിച്ച് റോമിൽ ആത്മീയനാശ പ്രശ്നത്തിന് ചെന്നപ്പോൾ ഓരോരുത്തരെയും വളരെ ഹൃദ്യമായും ഊഷ്മളമായും ഒക്കെ
വിശുദ്ധ പിതാവ് സ്വീകരിച്ചത് ഓർക്കുന്നു. പിതാവിൻ്റെ വലിയ ഒരു കരുതൽ എന്നുള്ളത് പിതാവിൻ്റെ ഒരു അടയാളമായി എല്ലാവരും പറയുന്ന വാക്കാണ്. കാരുണ്യത്തിൻ്റെ നിഴൽ രൂപമായി, ദൈവത്തിൻ്റെ നിഴലായി നമ്മുടെ മധ്യേ കാണപ്പെട്ട ഈ ഒരു ദൈവിക സമ്മാനം, നമ്മുടെ സ്വർഗം നൽകിയ കൃപയുടെ ഒരു വലിയ ഓർമ്മച്ചപ്പാണ്. അതെന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാം. വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് ഇവിടെ സന്ധ്യാപ്രാർത്ഥന കബറിങ്കൽ നടത്തുന്ന കാര്യത്തെക്കുറിച്ച് ഓർമ്മ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് ഓർത്ത് പറഞ്ഞത്. മറ്റനേകം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള തിരക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് നേരത്തെ അറിയിക്കുന്നതിന് സാധിച്ചില്ല. മറ്റുള്ള കാര്യങ്ങൾ ഇനിയും ധാരാളം ഞാൻ പോകുന്നതിന് മുമ്പ് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ ബന്ധം എന്നെ വാസ്തവത്തിൽ അത്ഭുതപ്പെടുത്തുന്നു. പെട്ടെന്ന് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരും നമ്മുടെ സിസ്റ്റേഴ്സും നമ്മുടെ ദൈവമക്കളുടെ പ്രതിനിധികളും സഹോദരി സഭകളിലെ പ്രതിനിധികളും ഒക്കെ നമ്മുടെ ഈ പ്രാർത്ഥനയിൽ വന്ന് പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളത് നമ്മുടെ സഭാ ശുശ്രൂഷയെ ബലപ്പെടുത്തുന്ന ഒരു വലിയ ഊഷ്മളമായ ബന്ധമാണല്ലോ. എല്ലാവരോടുമുള്ള പ്രത്യേകം നന്ദി പറയുന്നു. ഉച്ച മുതൽ നമ്മുടെ പരിശുദ്ധ പിതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോകത്തെ അറിയിക്കുന്നതിന് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അവരെന്ന് ഉച്ച മുതൽ പട്ടത്തരമനയിലുണ്ടായിരുന്നു, വൈകുന്നേരമുണ്ട്. ഇതിന് ശേഷം ഇനി 1-2 സെഷൻ കൂടി എനിക്കുണ്ട്. ഇവിടെ എല്ലാം മാധ്യമ ലോകത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ വളരെ പരിശുദ്ധ പിതാവിനെ കുറിച്ച് വളരെ വലിയ സ്നേഹത്തിലാണ് അവരെല്ലാവരും. ഒരാരെങ്കിലും പരിശുദ്ധ പിതാവിനെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവരെല്ലാം വളരെ വലിയൊരു ആത്മബന്ധത്തിലാണ് അവരിടപെടുന്നതും അവര് വന്ന് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുമെല്ലാം. അവരെല്ലാവരോടുമുള്ള നമ്മുടെ സഭയുടെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. എൻ്റെ യാത്രയിലും ശുശ്രൂഷകളിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് സ്നേഹത്തോടെ നിർദ്ദേശിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.